കൊതിച്ചിടുന്നു ഞാൻ, ദുർബലൻ ഞാൻ. കൊച്ചു കൊച്ചു പുണ്യങ്ങളാൽ സ്വർഗരാജ്യസീമകൾ പിടിച്ചെടുത്തിടും. സംഗീതത്തെ സാഹിത്യവുമായി സമന്വയിപ്പിച്ച് മനുഷ്യനെ അവന്റെ സ്രഷ്ടാവുമായി ഒരുപടി കൂടുതൽ അടുപ്പിക്കുകയും അതിലൂടെ ദൈവാരാധനയുടെ ക്രമത്തിന് പുതുയുഗത്തിന്റെ ശോഭയും തീഷ്ണതയും കൈവരുത്തുകയും ചെയ്ത കലാലോകത്തിന്റെ കർമ്മയോഗി ആബേലച്ചൻ. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 4 നിലകളുള്ള 2 കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ കലാഭവൻ ആരംഭിച്ചത് ആബേലച്ചനാണ്. ആയുർവേദ ചികിത്സകനായ പെരിയപ്പുറത്ത് മാത്തൻ വൈദ്യന്റെയും കുഞ്ഞേലിയുടെയും 5ാമത്തെ പുത്രനായി ജനിച്ച മാത്യു എന്ന ഫാദർ ആബേൽ മുളക്കുളം ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മാത്യു മാന്നാനം സെയിന്റ് എഫ്രൈംസ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ ഫൈനൽ പാസ്സായി. പരമ്പരാഗതമായി ലഭിച്ച കവിതാവാസനയുടെ ബലത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അർത്ഥം അനർത്ഥം മൂലം എന്ന ബൈബിൾ കഥ എഴുതുകയും അത് മാന്നാനത്ത് നിന്നുള്ള കർമ്മലകുസുമത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1951 അദ്ദേഹം വൈദിക പഠനം പൂർത്തിയാക്കി. ഇതിനിടയിൽ സഭാധികാരികളുടെ നിർദ്ദേശപ്രകാരം ചില പ്രാർത്ഥനാ ഗാനങ്ങൾ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. 1957 റോമിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദീപിക പത്രത്തിന്റെ അസിസ്റ്റന്റ് മാനേജിംഗ് എഡിറ്ററായി ചാർജ് എടുത്തു. കൊച്ചേട്ടൻ എന്ന തൂലിക നാമത്തിൽ ബാലസഖ്യം രൂപീകരിച്ച് കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ദീപിക എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുക വഴി പത്രാധിപ രംഗത്ത് ഫാദർ ആബേൽ പ്രശസ്തനായി തീർന്നു. 2ാം വത്തിക്കാൻ സുന്നഹദോസ് ആഗോള കത്തോലിക്ക സഭയിൽ മാറ്റത്തിന്റെ കാറ്റടിച്ച നാളുകളായിരുന്നു അവ. ആരാധനാക്രമം പ്രാദേശിക ഭാഷയിലാവണമെന്ന സുന്നഹദോസിന്റെ ആഹ്വാനപ്രകാരം അന്ന് എറണാകുളം മെത്രാപ്പോലിത്തായിരുന്ന കർദിനാൾ ജോസഫ് പാറേക്കാട്ടിന്റെ ആഗ്രഹം മാനിച്ച് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലെ സുറിയാനി ഗീതങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു തുടങ്ങി. ൽ കൊച്ചി നഗരത്തിലുള്ള ബ്രോഡ്വേയിൽ ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്ന കലാപ്രസ്ഥാനം ഫാദർ ആബേൽ ആരംഭിച്ചു. ഒടുവിൽ ഒരു പതിറ്റാണ്ടിന്റെ അധ്വാനം ഫലമണിഞ്ഞു. സീറോ മലബാർ സഭയിലെ ആരാധനാക്രമത്തിൽ ഓരോ പ്രത്യേക സന്ദർഭത്തിനും അനുയോജ്യമായ ഗാനങ്ങളും പ്രാർത്ഥനകളും ആബേലച്ചന്റെ തൂലികയിൽ നിന്ന് രൂപം കൊണ്ടു. കാനോന നമസ്കാരം, വിശുദ്ധവാര കർമ്മങ്ങൾ, വെഞ്ചിരിപ്പുകൾ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പാട്ടുകുർബാന തുടങ്ങി 20ഓളം പുസ്തകങ്ങളും 1000ഓളം ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. അവയെല്ലാമാണ് ഇപ്പോൾ മലബാർ സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്ന പേരിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. പിന്നീട് പലരുടെയും ആഗ്രഹപ്രകാരം അതിന് കലാഭവൻ എന്ന് പേര് കൊടുത്തു. കൂടുതൽ സംഗീത ഉപകരണങ്ങളും ആർട്ടിസ്റ്റുകളെയും ഉൾപ്പെടുത്തി കൊച്ചിൻ കലാഭവൻ ആധുനിക രീതിയിലുള്ള ഗാനമേള ആദ്യമായി രൂപീകരിച്ചു. തുടർന്ന് നൂറുകണക്കിന് സമിതികൾ കലാഭവനെ അനുകരിച്ച് കേരളത്തിലുടനീളം ഗാനമേള ട്രൂപ്പുകൾക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ആയിരത്തി 1974 കർദിനാൾ പാറേക്കാട്ടിൽ അനുവദിച്ചു കൊടുത്ത അരമനയുടെ 11 സെന്റ് സ്ഥലത്തിൽ കർദിനാൾ തന്നെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്ത കലാഭവൻ ക്രമേണ ഒരു വലിയ പ്രസ്ഥാനമായി വളരുകയും ചെയ്തു. 1981 ആരംഭിച്ച മിമിക്സ് പരേഡ് എന്ന നൂതന ഹാസ്യ പരിപാടി ഗാനമേളയോടൊപ്പം ലോക പ്രശസ്തി നേടി. ആബേലച്ചൻ ആദ്യകാലത്ത് രചിച്ച 100ഓളം ഭക്തിഗാനങ്ങൾ കെ ആന്റണി മാസ്റ്റർ ട്യൂൺ ചെയ്ത് ഗ്രാമഫോൺ റെക്കോർഡുകളിലും ഓഡിയോ ടേപ്പുകളിലുമായി മദ്രാസിലെ HMV സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആധുനിക കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച കലാഭവൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ആബേലച്ചന്റെ മേൽനോട്ടത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മാത്രമടങ്ങിയ കാസറ്റുകൾ ആദ്യമായി ആബേലച്ചൻ വിപണിയിൽ ഇറക്കുകയും ഈ പാത പിന്തുടർന്ന് പിന്നീട് ആയിരക്കണക്കിന് വിപണിയിൽ ഇറങ്ങുകയും ചെയ്തു. തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. അതുവരെ അർത്ഥം ഗ്രഹിക്കാതെ സുറിയാനി ഭാഷയിൽ പള്ളികളിൽ കുർബാന കണ്ടിരുന്ന ക്രിസ്തീയ ജനങ്ങൾ 1965 ആബേലച്ചൻ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പ്രാർത്ഥനകളും ഗാനങ്ങളും വിവർത്തനം ചെയ്തതോടുകൂടി
അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. അവരിൽ കൂടുതൽ സഹകരണവും മനസംതൃപ്തിയും പ്രകടമായി. പള്ളി കർമ്മങ്ങളിൽ ഇങ്ങനെ ഒരു നവീകരണം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞതിൽ മലയാളികളായ മുഴുവൻ ക്രിസ്തീയ ജനങ്ങളും ആബേലച്ചനോട് കടപ്പെട്ടിരിക്കുന്നു. കലാഭവന്റെ വിജയഗാഥ ആബേലച്ചൻ എന്ന വ്യക്തിയുടെ പതറാത്ത ആത്മവിശ്വാസത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത അത്യധ്വാനത്തിന്റെയും ആകെ തുകയാണ്. ഇന്ന് 3000-ഓളം പേർക്ക് വിവിധ കലാരംഗങ്ങളിൽ പരിശീലനം നൽകുന്ന കലാഭവൻ ഇതിനകം 25,000-ലേറെ യുവതി യുവാക്കളെ കലാപരിശീലനം നൽകി ജീവിത ആയോധനത്തിന് കരുത്തരാക്കി ലോകത്തിന് നൽകിയിട്ടുണ്ട്. കലാഭവന്റെ പൂർവ്വകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ഒത്തിരി പ്രതിഭാധനന്മാരായ സുഹൃത്തുക്കൾ തന്റെ ശിഷ്യഗണങ്ങളോട് പിതൃതുല്യമായ സ്നേഹത്തോടും സഹാനുഭൂതിയോടും സഹവർത്തിക്കുന്നതിൽ നിന്നും ആ വലിയ മനസ്സിന്റെ നിഷ്കളങ്കത പ്രകടമാണ്. കലാഭവന്റെ കലാസംഘങ്ങൾ ഈ കാലയളവിൽ ഭരത് PJ ആന്റണി സംവിധാനം ചെയ്ത കുഞ്ഞിക്കൈകൾ എന്ന ഒരു ചലച്ചിത്രവും ആബേലച്ചന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുകയുണ്ടായി. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കലാഭവൻ അംഗങ്ങളോടുമുള്ള തന്മയത്വപരമായ പെരുമാറ്റവും നേതൃത്വ പാടവവും എതിരാളികളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ളതാണ്. ഏതൊരു വ്യക്തിയും തന്റെ 50-ാം വയസ്സിൽ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഫാദർ ആബേൽ കലാഭവൻ എന്ന മഹത് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നത് എന്ന വസ്തുത ഏവർക്കും മാതൃകയാണ്. നല്ലവനായ ദൈവം തനിക്ക് നൽകിയ സർഗസമ്പത്തിന്റെ താലന്തുകൾ മണ്ണിൽ കുഴിച്ചിടാതെ അവ 5 ഇരട്ടിയായി 10 ഇരട്ടിയായി 100 ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ നന്മയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടി മാത്രം വിനിയോഗിക്കാൻ ഉറച്ച് ജീവിത സായാഹ്നത്തിലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. മരണം വന്നണയുന്നത് മുൻകൂട്ടി മനസ്സിലാക്കിയതിനാലാകാം ആബേലച്ചൻ തന്റെ മരണത്തെക്കുറിച്ച് സമീപകാലങ്ങളിൽ ഈ വിധം ഉറ്റവരോട് സംസാരിച്ചത്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് ഏത് നിമിഷവും സന്തോഷത്തോടെ മരിക്കാം. ഞാൻ മരണത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ മരിക്കാൻ സമയം കിട്ടുന്നില്ല. 2001 ഒക്ടോബർ 25-നാണ് ആബേലച്ചൻ കാൽമുട്ട് വേദന മാറ്റാനുള്ള ചികിത്സയ്ക്കായി തൊടുപുഴ ചരകാസ് ആയുർവേദ ആശുപത്രിയിലെത്തിയത്. 27-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം കുർബാനയിൽ പങ്കെടുക്കുകയും രാത്രി 7 മണിക്ക് തുടങ്ങുന്ന TV വാർത്ത കാണുകയും ചെയ്ത ശേഷമാണ് ആശുപത്രി മുറിയിലെത്തിയ അദ്ദേഹം കിടക്കയിലിരുന്ന് തന്റെ സഹായിയായ ചെറുപ്പക്കാരനോട് ഇപ്രകാരം ചോദിച്ചത്: നിനക്ക് മരണത്തെ പേടിയുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ നിന്നെ ഒന്ന് പേടിപ്പിച്ചോട്ടെ എന്നും പറഞ്ഞ അദ്ദേഹം സന്തോഷം സ്ഫുരിക്കുന്ന സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ കിടക്കയിലേക്ക് ചാഞ്ഞ കലയുടെ കുലഗുരു നിമിഷങ്ങൾക്കകം അനന്തമായ നിദ്രയെ പ്രാപിക്കുകയായിരുന്നു. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ
മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. കലാകാരനായ തനിക്ക് ജാതിയും മതവും ഇല്ലെന്നും എല്ലാവരും തന്റെ മക്കളാണെന്നും പലപ്പോഴും പറയാറുണ്ടായിരുന്ന ഈ കലാസ്നേഹിക്ക് സ്നേഹിതർ ഏറെയായിരുന്നു. അവരെക്കാൾ ഏറെയായിരുന്നു ശിഷ്യരും ആരാധകരും. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. സഹജന്മാരേ, സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. ുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോർശ്ലം പ്രാപിപ്പതിനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരായി വരുവിൻ വരുവിൻ നൃപരേ മുറപ്പോ എതിരേൽപ്പതിനാ. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നരുടെ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന് ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ആയിരക്കണക്കിന് കലാകാരന്മാർക്കും അശരണർക്കും ജീവിതമാർഗവും സമ്പാദ്യങ്ങളും നേടിക്കൊടുത്ത അബലച്ചന് കലാഭവന് വേണ്ടി അനേക കോടികളുടെ ആസ്തികൾ സ്വരൂപിച്ച സുകുമാര കലകളുടെ വളർത്തച്ഛന് സ്വന്തമായി ഉണ്ടായിരുന്നത്
കലാഭവന്റെ കൊച്ചുമുറിയിൽ ചെറിയൊരു മേശപ്പുറത്ത് നിരത്തി വയ്ക്കാവുന്ന ചുരുക്കം അവശ്യ വസ്തുക്കളും ഏതാനും വസ്ത്രങ്ങളും മാത്രം. 41 കൊല്ലം മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 1965 ഞാൻ ഈ മലകയറ്റം ആരംഭിച്ചത്. അന്ന് എനിക്കൊരു കണക്കുകൂട്ടലും ഉണ്ടായിരുന്നില്ല. ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് പോലും അന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. എത്ര ദൂരം പിന്നിട്ടെന്നോ ഇനി എത്രയുണ്ടെന്നോ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ നടന്നു. പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. ചിലയിടത്ത് ഹർഷാരവത്തിൽ മുങ്ങിയ കയ്യടികൾ കേട്ടിരുന്നെങ്കിലും ചിലരെല്ലാം വിദ്വേഷഭാവത്തിൽ കല്ലെറിഞ്ഞു. കയ്യടി കേട്ട് ഞാൻ മയങ്ങി നിന്നില്ല. കല്ലുകളൊന്നും തിരിച്ചെറിഞ്ഞില്ല. ആ കല്ലുകളെല്ലാം പെറുക്കി കൂട്ടി ഞാൻ കലാഭവൻ പണിതു. ആബേലച്ചന്റെ ദിവ്യ സാന്നിധ്യത്താൽ കലയുടെ നന്ദനോദ്യാനമായി കലാഭവൻ ഇനിയും പ്രശോഭിക്കും. അനേകായിരങ്ങൾക്ക് വഴിയും വഴികാട്ടിയുമാകും. പ്രശസ്തിയുടെ പടവുകളേറി അക്ഷീണം മുന്നേറും. എങ്കിലും ഇനി അവിടെ ആബേലച്ചന്റെ പദചലനങ്ങൾ ഉണ്ടാവില്ല. ഓർമ്മകൾ മാത്രം ബാക്കി. ആഗ്രഹങ്ങളേറെയാണെനിക്ക് ഭൂമിയിൽ ഒരു വിശുദ്ധനായി തീരുവാൻ. കൊതിച്ചിടുന്നു ഞാൻ, ദുർബലൻ ഞാൻ. കൊച്ചു കൊച്ചു പുണ്യങ്ങളാൽ സ്വർഗരാജ്യസീമകൾ പിടിച്ചെടുത്തിടും. ആഗ്രഹങ്ങളേറെയാണെനിക്കു നാഥ, വിശുദ്ധനായി വിളങ്ങുവാൻ കൊതിച്ചിടുന്നു ഞാൻ. തപസ്സു ചെയ്യുവാൻ എനിക്കു ശക്തിയില്ല. വലിയ തപശ്ചര്യ ചെയ്യാൻ ബലമെനിക്കില്ല. തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം? പിന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു,
അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി കാനനച്ചോല പൂണുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോതിയോതി കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു.